അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ്. തൃക്കാർത്തികയല്ലേ ഇന്ന്. അപ്പോൾ ഒന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പോയി തൊഴുത് വരാമെന്ന് വിചാരിച്ചു. പിന്നെ വൈകുന്നേരം കാർത്തിക വിളക്കൊക്കെ വയ്ക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ അടുത്ത ഒരു ദേവീക്ഷേത്രമുണ്ട്, ശിവൻ്റെ അമ്പലമുണ്ട്. അത്താലൂർ ശിവക്ഷേത്രം എന്ന് പറയും. അവിടെ പോയി ഒന്ന് തൊഴണം. ദേവീക്ഷേത്രത്തിൽ ഒന്ന് പോയി തൊഴണം. നാവക്കോട്, പാലക്കാട് നാവക്കോട് കക്കോട്ട് ഭഗവതി ക്ഷേത്രം. ആദ്യം അമ്പലത്തിൽ പോയി തൊഴുത് വന്നതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. പിന്നെ അവിടുത്തെ കുറച്ച് വിഷ്വൽസൊക്കെ ഒന്ന് വീഡിയോ എടുക്കണമെന്നുണ്ട്. നല്ലൊരു വീഡിയോ ഒക്കെ വിഷ്വൽസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ പോട്ടെ. കാറൊക്കെ ഉണ്ടല്ലേ, ഇത് വേണ്ടതൊക്കെ നമുക്ക് ഓക്കെ. ഇതൊക്കെയാണ് വീഡിയോ നമ്മളെ എടുക്കുന്നതിനേക്കാളൊക്കെ നല്ലത്. എന്തെങ്കിലും പറയണോ? റെക്കോർഡ് ചെയ്യാനുള്ളതാണ്. ഇവർക്കൊന്നും പറയാല്ലേ, എടുക്ക്. അത് രണ്ട് വായിക്ക് കുറച്ച് നീക്കി പിടിക്കും. അയ്യോ, അതിവിടെ കട്ട് ചെയ്താൽ മതിയല്ലോ, കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. വലിയ ട്രാഫിക്ക്, പക്ഷേ സൺഡേ ആയിട്ട് ട്രാഫിക്കൊക്കെ ഉണ്ട് കേട്ടോ. കുറവായിരിക്കും എന്നാണ് വിചാരിച്ചത്, പക്ഷേ നല്ല ട്രാഫിക്കൊക്കെ ഉണ്ട്. നല്ല സുഖമുണ്ട് കേട്ടോ. നല്ലൊരു ഇളം വെയിലും നല്ലൊരു തണുപ്പും, മഞ്ഞിൻ്റെ ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. നല്ല സുഖമുണ്ട് കേട്ടോ. അത് നടന്ന് കുറേ കാലത്തിന് ശേഷം നടന്നിട്ട് പോവുക അമ്പലത്തിലേക്ക്. നല്ല സുഖമുണ്ട്. അത് രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ട് അവിടെ, വോട്ട് ചോദിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ വീടാണ്. നമ്മളല്ലേ, ഞാൻ ഇതാ കാണിക്കണ്ടേ, ഈ നേരം നമ്മളെ കാണിച്ച രസം ഞാൻ കണ്ടില്ല കിട്ടും. അപ്പോൾ നമ്മൾ അത്താലൂർ ശിവക്ഷേത്രത്തിൽ തൊഴുതു. ഈ അമ്പലത്തിനകത്ത് കൂടി തന്നെ ഇതാ അവിടെ ഇങ്ങനെ ഈ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ അതവിടെ നല്ല പുഴ ഒഴുകുന്നുണ്ട്. പുഴയിൽ നിറയെ വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് കാണാം കേട്ടോ. നമുക്ക് ഇറങ്ങി നല്ല എന്തൊരു കുളിർമ അറിയോ ഇവിടെ, ഭയങ്കര കുളിർമ കേട്ടോ. ഇതില്ലേ കണ്ടോ, ഈ സ്റ്റെപ്പൊക്കെ ഞാനിങ്ങനെ ഇറങ്ങി പോവുകയാണ്. താഴത്ത് ഇറങ്ങി വരണ്ടേ? അത് കുഴപ്പമില്ല. ശരി, താഴത്ത് ഇറങ്ങി നോക്കൂ. അതെ അല്ലേ? അതെ ശരി. ഞങ്ങൾ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി പോവുകയാണ്. എന്ത് രസം അറിയോ, ഭയങ്കര കുളിർമ കേട്ടോ. ഇവിടുന്ന് ആ പുഴ കാണുമ്പോൾ തന്നെ എന്ത് രസമാണ്. ഇതെന്താ ഭാരതപ്പുഴയുടെ, ഇത് പൂടൂര് പുഴയാണ് കേട്ടോ. പൂടൂര് കോട്ടായി റൂട്ടാണ് ഞങ്ങളുടെ സ്ഥലം, നാവക്കോട് എന്ന് പറയുന്നത്. ഇത് പൂടൂര് പുഴയാണ്. ഈ പുഴ പിന്നെ കടൽ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ, ആകാശം എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും. എത്ര കണ്ടാലും മതിയാവില്ല കേട്ടോ. ഈ പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് മരങ്ങളും പച്ചപ്പും, ഇതൊന്നും എത്ര കണ്ടാലും മതിയാവില്ല. ഈശ്വര, വിശപ്പ് പോലും ഉണ്ടാവില്ല. എത്ര നേരം വേണമെങ്കിലും നോക്കിയിരിക്കാം. നിറയെ പുല്ലൊക്കെ ഉണ്ട് ഇവിടെ. എന്ത് രസാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരണം വല്ലപ്പോഴൊക്കെ. പക്ഷേ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഈ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ വരാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇവിടെ വന്ന് കാണുമ്പോഴുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കണം എന്ന് തോന്നുന്നുണ്ട്. അയ്യോ, എന്തൊരു രസമാണേ. പക്ഷെ ഇറങ്ങാൻ പേടി കേട്ടോ. അതവിടെ കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട്. ഇതാ കുഞ്ഞു മീനുകൾ കാണുന്നുണ്ടോ? അയ്യോ, എന്ത് രസാ.
പക്ഷേ ഈ വെളിച്ചത്ത് ഈ വെയിലത്ത് ഒന്നും അറിയണില്ല കേട്ടോ. നമുക്ക് വീട്ടിൽ പോയി നോക്കിയാലേ സംഭവങ്ങളൊക്കെ അറിയുള്ളൂ. എന്ത് രസമാണ്, ഇറങ്ങണമെന്നുണ്ട്. പക്ഷേ ഈ കല്ലിലൊക്കെ ഭയങ്കര വഴുക്കലുണ്ട്. ഇതിവിടെ സാധാരണ ഇവിടെ ഉള്ള നമ്പൂരിക്കും അവർക്കൊക്കെ കുളിക്കാനും സൗകര്യത്തിനൊക്കെ ആണോ എന്ന് അറിയില്ല കേട്ടോ. അതിവിടെ തിരുമ്പാനുള്ള ഒരു കല്ലൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ, തുണി തിരുമ്പാനുള്ള കല്ലുകൾ. കുളിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അതൊന്നും അങ്ങനെ ഒരു ഗ്യാപ്പൊക്കെ ഇട്ടിരിക്കുന്നത്. സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇവിടെ മാത്രം പുല്ലൊന്നും ഇല്ലാത്തത്. അയ്യോ എന്തോ ഒരു രസമാണ് ഈശ്വര. നമ്പൂരി പറഞ്ഞു നിങ്ങൾ എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇരുന്നോ, സമയമുണ്ട്, അവരിപ്പോൾ ഗേറ്റൊന്നും അടയ്ക്കില്ല എന്ന്. ഇത് അമ്പലത്തിൻ്റെ അകത്തുകൂടി വരുന്നതാണ് കേട്ടോ. ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട് ഈ പുഴയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയ്യോ എന്തോ ഒരു രസമാണ് ഈശ്വര, പറഞ്ഞാലും മതിയാവില്ല. പക്ഷെ പുഴ എന്നൊക്കെ ഇറങ്ങാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. പലപ്പോഴും നമ്മൾ ഈ പേപ്പറിലൊക്കെ പുഴയിലിറങ്ങി ഒഴുക്കിൽ പെട്ടു എന്നൊക്കെ പറയുമ്പോഴേ, ഒഴുക്കില്ലെങ്കിൽ പോലും നമുക്ക് ഈ ഇറങ്ങാൻ കണ്ട് ആസ്വദിക്കുക എന്നല്ലാതെ ഇറങ്ങാനൊക്കെ ഭയങ്കര പേടിയുള്ള കാര്യമാണ്. പുഴ കണ്ട നമുക്ക് ഓരോ മരണങ്ങളാണ്, പുഴയിൽ ഒഴുക്കിൽപ്പെട്ട സംഭവങ്ങളൊക്കെയാണ് ഓർമ്മ വരിക. ഷോ എന്തൊരു രസമാണോ, അതാ അവിടെ കാണിക്കാം പച്ചപ്പ്. അയ്യോ എന്തൊരു രസമാണ് ഈശ്വര. ഓ നിങ്ങൾ വിചാരിക്കുന്നത് എന്തൊരു സ്ത്രീയാണ് ഒന്നും കാണാത്ത പോലെ, ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് പോലെ സംസാരിക്കണമെന്ന്. പക്ഷേ ഞാനങ്ങനെ കേട്ടോ, എനിക്കിത് എത്ര കണ്ടാലും മതിയാവില്ല. ഒരുതരം ആർത്തിയാണ് ഈ പുഴ, കടൽ, പിന്നെ മരങ്ങൾ, ആകാശം, നക്ഷത്രം, ചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. ഇത് രസമാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര പേടിയാണ് തോന്നുന്നത് ഇറങ്ങാനായിട്ട്. എനിക്കും കാലിടണമെന്നുണ്ട്. ചവിട്ട് എനിക്ക് പേടിയാ. ചളി വെള്ളമാണോ? ചളി വെള്ളമൊന്നുമല്ല, നല്ല വെള്ളം. ലെഗിൻസ് കഴിക്കണ്ട അല്ലേ, ഇതിൽ നെയ് പോളിഷില്ലാത്തൊന്നുമില്ല. ഒരു പേരിന് രണ്ടുപേരുടെയും കാല് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇല്ല നല്ല വീഡിയോ ആണ്. ആ കിണറിൽ എന്താ പ്രത്യേകം കാണിക്കണ്ട്. ഇത് കുത്ത്. ഇനി ഇതാ ഈ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ, അമ്പലത്തിൻ്റെ ആവശ്യത്തിനാണ് ആയിരിക്കും, പബ്ലിക്കായിട്ടുള്ള കിണറാണ് കേട്ടോ. അത് ഉണ്ടോ, ഏകദേശം കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള കിണറാണ്. വലിയ ആഴമില്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ താഴത്ത് കാണുന്ന 1 2 3 4 പടവേ താഴെയുള്ളൂ. ടോട്ടല് 5 പടവ്, പിന്നെ ആൾമറ, ഇതൊക്കെയാണ്. ഇത്രേ വലിപ്പമുള്ളൂ. കാരണം എന്താ അറിയോ, അല്ല ആഴമുള്ളൂ. കാരണം എന്താ അറിയോ, പുഴയല്ലേ, നല്ലോണം കുറച്ച് കുഴിച്ചാൽ തന്നെ നല്ലോണം വെള്ളം കിട്ടുമല്ലോ, ഏത് നേരം വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇത്രയും ആഴമൊക്കെ ധാരാളം മതിയാവും. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ രാവിലെ എണീച്ച്. എന്തൊക്കെ ആയാലും വൈകുന്നേരത്തേക്കാളും കൂടുതൽ രാവിലെ വന്ന് തൊഴുമ്പോഴാണ് മനസ്സിനും ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ അത്. എനിക്കെപ്പോഴും രാവിലെ നേരത്തെ വന്ന് തൊഴാനാണ് കൂടുതലിഷ്ടം. ഭയങ്കര ഒരു ഫീലാണ്. നല്ല രാവിലത്തെ ആ ഒരു കുളിർമയും
ഇളം വെയിലും ഒക്കെ ആയിട്ടേ എന്തായാലും ഭയങ്കര സന്തോഷമായി. അങ്ങനെ എപ്പോഴൊന്നും അമ്പലത്തിലേക്ക് ഞങ്ങൾക്ക് വരാൻ പറ്റാറില്ല. കാർത്തിക വിളക്ക് ഇതാ മണ്ണിൻ്റെ ചിരാഗാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം കത്തിച്ച് വെച്ചതിന് ശേഷം എടുത്ത് റാക്കിൻ്റെ മേലെ വെച്ചതാണ്. ഇനിയിപ്പോൾ ഇത് വൈകുന്നേരത്തേക്ക് നമുക്ക് കത്തിക്കേണ്ടതല്ലേ. അപ്പോൾ ഇങ്ങനെ ഇത് വൃത്തിയാക്കി എടുത്തതും എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ മൺചിരാഗ് എണ്ണയൊക്കെ കൂടുതൽ വലിച്ചെടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് കുറേ നേരം ഒരു 3-4 മണിക്കൂർ വൈകുന്നേരം വരെയും ഈ വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് എണ്ണ വലിച്ചെടുക്കില്ല. അപ്പോൾ ഇതൊക്കെ ഒരു 10-50 ചിരാഗുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് വെക്കാൻ പോവാം ഞാൻ. എന്നിട്ടൊന്ന് ജസ്റ്റ് എടുക്കുമ്പോൾ ഒന്ന് ക്ലീനാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായില്ലേ. നമുക്ക് വർഷത്തിൽ ഒരു ദിവസമല്ലേ ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. ഭരണയുടെ കാണുന്ന സമയത്ത് അത് വാങ്ങണം എന്നൊക്കെ വിചാരിക്കട്ടോ. ഒക്കെ ചിലപ്പോൾ കാണാറുണ്ട്, പക്ഷെ ഇതുവരെ ഒന്നും അന്വേഷിച്ച് നോക്കിയിട്ടില്ല. അതാവുമ്പോൾ എണ്ണയൊന്നും കുടിക്കില്ല ഭരണയുടെ ആവുമ്പോൾ. നോക്കട്ടെ, ഇനി എപ്പോഴെങ്കിലും പറ്റുമ്പോൾ അതൊന്ന് വാങ്ങണം. നമ്മൾ കാർത്തിക വിളക്കൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, തീ കൊളുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ. ഭയങ്കര കാറ്റായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കെട്ട് പോകുന്നുണ്ട്. ആ ഗേറ്റിൻ്റെ അവിടെ വെച്ചതൊന്നും പോയിട്ടില്ല അല്ലേ? മതിൽ ഫുള്ളല്ല, ആവശ്യത്തിനൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഗേറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് വെച്ചിട്ടുണ്ട്. മതിലിൽ 2 വെച്ചിട്ടുണ്ട് 2 ഭാഗത്തും. പിന്നെ ഇവിടെ 2 വെച്ചിട്ടുണ്ട്. ഇത്രയും വെച്ചിട്ടുള്ളൂ. 51 വിളക്കുകളാണ് ഉള്ളത്. വിളക്ക് ചിരടയോ? ചിരാഗ്. ഓക്കെ, 51 ചിരാഗാണ് ഉള്ളത്. ഹാഫ് കണ്ടായിരുന്നു നമ്മുടെ നേരത്തെ. അതല്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇനിയിപ്പോൾ വീഡിയോ ലാസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒരു ബ്യൂട്ടി ഫേസ് പാക്ക് പറഞ്ഞു തരാം കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള അടുക്കളയിലൊക്കെ നമുക്ക് സാധാരണ കാണുന്ന ഒരു 2 ഐറ്റംസാണ്. എല്ലാവരുടെ അടുക്കളയിലും അത് എല്ലാ സമയത്തും കാണും. പിന്നെ ഒന്ന് മാത്രം ഓപ്ഷനാണ്. അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർത്താൽ കുറച്ചുകൂടി നല്ല ഗുണമാണ്. ഉണ്ടെങ്കിൽ ചേർത്താൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് ഈ മുഖത്തെ കരുവാളിപ്പ് ഒക്കെ മാറാനും പോൾസൊക്കെ ഒന്ന് ഓപ്പൺ ആവാനും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇതും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. എനിക്ക് പകൽ ചെയ്യാൻ സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ രാത്രി ആയി, സമയം 8 മണിയായി. അപ്പോൾ ജസ്റ്റ് ഇന്ന് വെയിലൊക്കെ കുറേ കൊണ്ടതാണ് രാവിലെ, അറിയാലോ അവിടെ പോയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്കൊന്ന് ഒരു ഫ്രഷ്നെസ് തോന്നാൻ വേണ്ടിയിട്ട് 1 സ്പൂണ് ഞാൻ പറയാം. അതിന് മുമ്പ് ഞാനിനിയിപ്പോൾ അത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് എല്ലാവരോടായിട്ട് അഭ്യർത്ഥിക്കണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൻ വരും. ആ ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അതേ സമയത്ത് തന്നെ കാണാൻ പറ്റും. അപ്പോൾ അത് മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ആഴ്ചയും എന്തായാലും ഞാൻ ഒരു ബ്യൂട്ടി ടിപ്സുമായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഫേസ് പാക്കിലേക്ക് പോകാം. അപ്പോൾ 1 സ്പൂണ് ഗോതമ്പ് മാവ്, അത് ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല കേട്ടോ. 1 സ്പൂൺ ഗോതമ്പ് മാവ്, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച്, കുറച്ച് വെള്ളം, പിന്നെ മുട്ടയുടെ വെള്ളയും കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു പച്ച കർപ്പൂരം എന്ന് പറഞ്ഞത് ഈ ഒരു സാധനം നിങ്ങൾക്കറിയോ? കാണുന്നുണ്ടോ? എന്നിട്ട് പച്ച കർപ്പൂരം എന്ന് പറയും. സാധാരണ നമ്മൾ ഈ പിന്നെ
എന്താ പറയുക, സന്ധ്യക്ക് വിളക്ക് കൊളുത്തുമ്പോൾ കിട്ടുന്ന കർപ്പൂരമല്ല കേട്ടോ. ആ കർപ്പൂരമല്ല, ഇത് ഫുഡിലൊക്കെ നമ്മൾ ഇടുന്നതാണ്. അങ്ങനത്തെ ഒരു പച്ച കർപ്പൂരമാണത്. ഇതിന് നല്ല സ്മെല്ലാണ്. ഇത് മുഖത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ സ്മെല്ല് നമുക്ക് അനുഭവിക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആയിരിക്കും തോന്നുക. അപ്പോൾ ഇത് കുറച്ച് ഒരു നുള്ളിതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. കാണുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഇത് ഇങ്ങനെ കാണിച്ചു തരുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതപ്പോൾ ഇവിടെ ഇതിൽ കാണിച്ചുള്ളൂ. അപ്പോൾ ഒരു സ്പൂണ് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട്, മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതിനെ ഒന്നിങ്ങനെ പൊടിച്ച് വിരലുകൊണ്ടൊന്ന് നന്നായി പ്രസ് ചെയ്തിട്ട്, കാണുന്നുണ്ടല്ലോ അല്ലേ? പ്രസ് ചെയ്ത് ഇങ്ങനെ പൊടിച്ചിടുക കേട്ടോ. ഞാൻ വിരലുകൊണ്ടാണ്, 2 വിരൽ കൊണ്ട് പ്രസ് ചെയ്തിട്ടാണ് അങ്ങനെ പൊടിച്ചിടുന്നത്. അതിന് ശേഷം നമുക്ക് ഒരു മുട്ട എടുത്ത് അതിൻ്റെ വെള്ള മാത്രം കുറച്ച് മതി കേട്ടോ, കൂടുതലൊന്നും വേണ്ട. കുറച്ച് ഞാൻ കുറച്ച് മുട്ടയുടെ വെള്ള വരാത്ത നോക്കട്ടെ. ഇത്രയും വെള്ളം ഇട്ടിട്ടുണ്ട് കേട്ടോ. മതി, ഇത്ര മതിയാവും, ഇത്ര മതി. ഇതിവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായി മിക്സ് ചെയ്തോളൂ. എല്ലാം കൂടി നന്നായിട്ടൊരു നല്ലൊരു മിക്സാവണം, നന്നായി മിക്സാവണേ. അപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പച്ചക്കർപ്പൂരത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണേ, പൂജയ്ക്ക് എടുക്കുന്ന കർപ്പൂരം അല്ല കേട്ടോ. ഇത് കോട്ടക്കൽ ആര്യവൈദ്യശാലകളിൽ അല്ലെങ്കിൽ മരുന്ന് കടകളിൽ, കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ കിട്ടുമോയെന്ന് എനിക്കറിയില്ല, പക്ഷേ പച്ചമരുന്ന് കടകളിലൊക്കെ കിട്ടും കേട്ടോ പച്ചക്കർപ്പൂരം. അത്യാവശ്യം ഗ്രോസറി ഐറ്റംസ് വിൽക്കുന്ന കടകളിലും കിട്ടണം. ഇത് ചോദിച്ചു നോക്കുക. അല്ലെങ്കിൽ ഓപ്ഷണലാണ്, ഇത് വേണമെന്നുള്ളവർക്ക്, അറിയുന്നവർക്ക് മാത്രം ചേർത്താൽ മതി. അല്ലാത്തവർ പിന്നെ ഗോതമ്പ് മാവും മുട്ടയുടെ വെള്ളയും കൂടി അടിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മൾ വിരൽ കൊണ്ടാണ് തേക്കുന്നത് എന്നെങ്കിൽ കുറച്ചുകൂടി ഒരു തിക്നെസ് വേണം, എന്നല്ലല്ലേ നിൽക്കുള്ളൂ. എന്നിട്ട് ഇത് ഉണങ്ങിയതിന് ശേഷം പതുക്കെ, നന്നായി ഉണങ്ങരുത്, കുറച്ച് പാതി ഉണങ്ങി മുഖമൊക്കെ ഒന്ന് വലിഞ്ഞു തുടങ്ങുമ്പോൾ ആരും സംസാരിക്കാനോ ചിരിക്കാനോ ഒന്നും പാടില്ല കേട്ടോ. കൂടുതൽ ചുളുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു പാതി ഉണങ്ങുന്നത് വരെ നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കുക. കൂടുതൽ മുഖം പിന്നെ സംസാരിക്കുകയോ ചിരിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അതിന് ശേഷം നിങ്ങൾ പോയിട്ട് ചെറുതായിട്ടൊന്ന് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ. നല്ല ഫ്രഷ് ഫീലിംഗ് ആയിരിക്കും. അതേസമയം ഇത് തേക്കാൻ പോകുന്നതിന് മുമ്പ് മുഖം നന്നായി സോപ്പിട്ട് കഴുകിയിട്ട് തുടച്ചെടുത്തതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം.
ഭയങ്കര കൂളിംഗ് ആണ് കേട്ടോ. ആ കൂളിംഗ് ആ പച്ചക്കർപ്പൂരം ഇട്ടത് കൊണ്ടാണ്. ആ പച്ചക്കർപ്പൂരം ഭയങ്കര ഒരു കൂളിംഗ് ആണ് അതിന്. അത് ഇട്ടത് അതിൻ്റെ മണവും ആ തണുപ്പും ഒക്കെ കൂട്ടിയിട്ട് ഭയങ്കര നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് വാങ്ങാൻ ശ്രമിക്കൂ. പച്ചക്കർപ്പൂരം വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ വീണ്ടും നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഞാൻ പാതി ഉണങ്ങിയ ശേഷം ഞാൻ തേച്ച് കഴുകും. പച്ചവെള്ളത്തിൽ വെറുതെ കഴുകി കളഞ്ഞാൽ മതി. പിന്നെ രാവിലെ കുളിക്കുമ്പോൾ സാധാരണ സോപ്പിട്ട് കഴുകിയാൽ മതി കേട്ടോ. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി നിങ്ങളോട് എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും ഇപ്പം തന്നെ കയ്യോടെ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.